കേരളത്തിൽ കേവലം 504 പേര് മാത്രമുള്ള വളരെ ചെറിയൊരു സംഘടനയാണ് AMM എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഉള്ള പ്രസക്തി എന്ന് പറയുന്നത് അത് വലിയ ഒരു താരസംഘടനയാണ് എന്നുള്ളതാണ്. അത് മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നടീനടന്മാരെല്ലാം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള സംഘടനയാണ്. അതിലൊരു 5% പേർക്ക് മാത്രമേ വലിയ സാമ്പത്തികമൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് മമ്മൂട്ടിയെ പോലെയുള്ള, മോഹൻലാലിനെ പോലെയുള്ള നിരവധി ആളുകൾക്കൊക്കെ വലിയ തോതിലുള്ള സാമ്പത്തികമുണ്ട്. വർഷങ്ങളായിട്ട് അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നത് ഇന്നസെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ വ്യക്തവും കൃത്യവുമായിട്ട് കാര്യങ്ങളൊന്നും പറയാതെ പലപ്പോഴും വളരെ തന്ത്രപരമായി കാര്യങ്ങളൊക്കെ നീക്കുകയും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം കേരളത്തിലൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ തന്നെ വരികയും അതുമായി ബന്ധപ്പെട്ട് വലിയ പുലിവാലുണ്ടാവുകയും അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സിദ്ദിഖിനൊക്കെ തന്നെ സ്ഥാനമൊഴിയേണ്ടി വരികയൊക്കെ ചെയ്തു. കാരണം അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളൊക്കെ ഉണ്ടായി. കുറച്ച് നാൾ അദ്ദേഹം ഒളിവിലൊക്കെ ആയിരുന്നു. പിന്നെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതിയിൽ നിന്നൊക്കെ നേടിയിട്ടാണ് അദ്ദേഹം തിരിച്ച് നെഞ്ചും പിരിച്ചിപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൂടാതെ അതിൻ്റെ തന്നെ വീണ്ടും സെക്രട്ടറിയായി നിയമിതനായിട്ടുള്ള ബാബുരാജിനുമൊക്കെ അറസ്റ്റിലായില്ല. അദ്ദേഹമൊക്കെ ഇതിനെ പോലെയുള്ള ഒരു ആരോപണം ഉണ്ടാകുന്ന സ്ഥിതിയുമൊക്കെ ഉണ്ടായി. അപ്പോൾ തന്നെ ഇവർക്ക് വലിയ തലവേദനയായി. ഇനി ആരോപണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ എന്നുള്ളത് AMMക്ക് മനസ്സിലായി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളൊക്കെ തന്നെ രാജിവെച്ച് പിരിച്ചുവിട്ട് ഭരണസമിതിയൊക്കെ പിരിച്ചുവിട്ട് കണ്ടം വഴി ഓടുക. അങ്ങനെ മോഹൻലാലും ഇടവേള ബാബുവൊക്കെ എന്ത് ചെയ്തു? അവരൊക്കെ തന്നെ കണ്ടം വഴി ഓടി. കാരണം ഇടവേള ബാബുവൊക്കെ ഗംഭീരനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. നിരവധി പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർക്കുണ്ടാവും, രഞ്ജിത്തിനെതിരെ ഒരു പയ്യൻ പരാതി ഉന്നയിച്ചിരുന്നു. ആ പരാതി ഉന്നയിച്ച പയ്യൻ തന്നെ ഇടവേള ബാബുവിനെ ബന്ധപ്പെട്ട് പരാതി പറഞ്ഞപ്പോൾ ഇടവേള ബാബു നമുക്കൊന്ന് കാണണം, ആ ഫോട്ടോസൊക്കെ എനിക്കൊന്ന് അയക്കൂ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ളൊരു സംഘടനയാണ്. ഇവരൊക്കെ ഒരു സാധാരണ ആൾക്കാരാണ്, അല്ലാതെ സിവിൽ സർവീസോ IAS ഒന്നും പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായവരോ കോളേജിലെ പ്രൊഫസർമാരോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരിൽ നിന്നൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം, തറപ്പണിയൊക്കെ പ്രതീക്ഷിക്കണം. അല്ലാതെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള വാചകങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകളുടെ കുഴപ്പം, അവരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നവരാണ്. അപ്പോൾ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ പോലെയുള്ള വളരെ നല്ല ക്യാരക്ടേഴ്സ് ആയിരിക്കും അവരുടെ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിൽ ഇവരവരിൽ നിന്നൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നിരവധി വനിതകൾ അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നത്. ഈ വനിതകൾ തലപ്പത്തേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഇപ്പോൾ ആണ് മാറി പെണ്ണുങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് വലിയ പ്രത്യേകമായിട്ടുള്ള വിശേഷമൊന്നും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രത്യേകമായി ഇതിൻ്റെ ചുമതലയും ഇതിൻ്റെ ഉത്തരവാദിത്വവും ഇതിൻ്റെ കടിഞ്ഞാണവും ഒക്കെ തന്നെ വലിയ താരങ്ങളുടെയൊക്കെ കീഴിലാണ്. കാരണം ആ താരങ്ങൾ വെച്ചിട്ടാണ് ഇൻഡസ്ട്രി നിലനിന്ന് പോകുന്നത്. ഇപ്പോൾ മോഹൻലാലിന് ഡേറ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഫഹദ് ഫാസിലിന് ഡേറ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയൊക്കെ ഡേറ്റ് കിട്ടിയാൽ തന്നെ ഒരു സിനിമ ഓണാവും. കാരണം അവർക്കാണ് ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ളത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളെയൊക്കെ തന്നെ കൂടെ നിൽക്കുന്നവരെ മിക്കവാറും വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പൃഥ്വിരാജിനെ പോലുള്ള ചില ആളുകളൊന്നും അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാറില്ല, ഏതെങ്കിലും ഇന്ന നടിയെ വെക്കണം, ഇന്ന ഇത് വെക്കണം എന്നൊന്നും ഇൻസിസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ മറ്റു പല താരങ്ങളൊന്നും അങ്ങനെയല്ല. കൃത്യമായിട്ട് അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകളെ തന്നെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യണമെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറയും. ചിലപ്പോൾ അല്ലെങ്കിൽ ചില നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ അറിഞ്ഞു തന്നെ ചെയ്യും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ചില താരങ്ങൾക്ക് പ്രതിഫലം മാത്രം പോരാ, ക്യാരവനും മാത്രം പോരാ, മറ്റ് ചില സൗകര്യങ്ങളൊക്കെ കൂടി ഒരുക്കി കൊടുക്കണം. കൂടാതെ മയക്കുമരുന്നടക്കം എന്ത് ചെയ്യണം, പ്രൊഡ്യൂസർ കൊണ്ടുവന്ന് കൊടുക്കണം. എങ്കിലും അവർ സെറ്റിലുണ്ടാവും, ലൊക്കേഷനിലുണ്ടാവും എന്നുള്ള സ്ഥിതിവിവരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് AMM എന്ന് പറഞ്ഞ സംഘടന. ആ സംഘടനയിൽ ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് വലിയ സമ്പന്നമായിട്ടുള്ള സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഏതാനും സ്ത്രീകൾ വന്ന് ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇത് വലിയ വിപ്ലവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുറേ പാരമ്പര്യ സാറ്റലൈറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ കൊണ്ടാടി. യഥാർത്ഥത്തിൽ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് എനിക്കന്ന് തന്നെ മനസ്സിലായി. കാരണം അന്ന് പ്രസിഡൻ്റായി ചുമതലയേക്കപ്പെട്ട ശ്വേതാ മേനോനൊക്കെ തന്നെ നിങ്ങളെന്താ എന്നെ ആക്കുകയാണോ കളിയാക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് സ്മൃതി പരുത്തിക്കാരനോടൊക്കെ ചൂടാകുന്ന ഞാൻ കണ്ടു. പിന്നെ ആൻസിബ ഹസൻ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി, ആ കുട്ടി ഇപ്പോൾ ദൃശ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത്, അതൊക്കെ തന്നെ AMM എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല, അമ്മ എന്ന് പറയാൻ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ അത്തരത്തിൽ ഡയലോഗൊക്കെ വിട്ടിട്ടുള്ള അൻസിബ ഹസൻ ഇപ്പോൾ പറയുന്നത് ഇത് മഹാ അലവലാതി സംഘടനയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അൻസിബ ഹസൻ പറയുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അൻസിബ ഹസനെതിരെ ടിനി ടോം അടക്കമുള്ള ആളുകൾ ഒരുപാട് അവിഹിത കഥകൾ പറഞ്ഞു വരുത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ അവിഹിതം, എല്ലാവരുമായിട്ടുള്ള അവിഹിതം പറയുന്നു എന്നൊക്കെ ഉള്ളതാണ്. കൂടാതെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായിട്ടൊരു അവിഹിതം പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഉണ്ണി ശിവപാൽ എന്ന് പറയുന്ന അതിൻ്റെ ട്രഷററെ ഇവരിപ്പോൾ വീട്ടിൽ പറഞ്ഞയച്ചേ ഉള്ളൂ. തൽക്കാലത്തേക്ക് നീ വീട്ടിൽ പോയി ഇരിക്കുന്നു പറഞ്ഞ് പറഞ്ഞയച്ചേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ അൻസിബ ഹസൻ വന്നിട്ട് പറയുന്നത് എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നു, എന്നെക്കുറിച്ച് മഹാവൃത്തികേടുകൾ പറയുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ നീന കുറുപ്പ് എന്ന് പറയുന്ന പണ്ടൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയുണ്ട്. ഇപ്പോഴും അവർ അഭിനയിക്കുന്നവരാണ്.
ആ നീനാക്കുറുപ്പ് ടിനി ടോമിനെതിരെ പരാതി കൊടുത്തേക്കുന്നത് തന്നെ വലിയ തോതിൽ തെറി വിളിച്ചു, അശ്ലീലം പറഞ്ഞു, അതുകൊണ്ട് നടപടി എടുക്കണമെന്നും കൂടാതെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമമുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഇതിനൊക്കെ ടിനി ടോം വന്നിട്ട് പറയുന്നത് തമാശ നമ്മൾ കേട്ടാൽ അതിലും വലിയ ചിരി വരും. ടിനി ടോം പറയുന്നത് പ്രോഗ്രാമിനിടക്ക് പലതും ഉണ്ടാവും എന്നുള്ളതാണ്. പലതും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അശ്ലീലം പറയലുണ്ടാവുമെന്നാണോ കയ്യേറ്റം ഉണ്ടാവുമെന്നാണോ എന്താണോ ടിനി ടോം ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ടിനി ടോമിനെ എല്ലാത്തിനെയും വൈകാരികമായി സമീപിക്കുന്ന ഒരാളാണ്. ഇപ്പം മറുനാടൻ ഷാജൻ തന്നെ ടിനി ടോമിനെതിരൊരു വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പുഴുവരിച്ച് ചാകും എന്നൊക്കെയാണ് പുള്ളി, അതായത് ഇങ്ങനെ ആളുകളെക്കുറിച്ച് വേണ്ടാത്തൊക്കെ പറഞ്ഞ ആളുകൾ പുഴുവരിച്ചാണ് ചത്തത്, അപ്പോൾ അതുപോലെ തന്നെ ചാകും എന്നൊക്കെ പറയുന്ന വലിയ വികാരപരമായിട്ടൊക്കെ ആളുകളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറയാതെ യഥാർത്ഥത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന പ്രിയങ്ക എന്ന് പറയുന്ന ഒരു നടിയെ വിളിച്ചുകൊണ്ട് ടിനി ടോം മഹാനാണ്, നല്ലവനാണ്, മിടുക്കനാണ്, വളരെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക പറയുന്ന ഒരു വാചകമൊക്കെ ഞങ്ങളുണ്ട്. ഈ പ്രിയങ്കയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഒരു കാവേരി എന്ന് പറഞ്ഞ നടിയോട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്ന ആരോപണമൊക്കെ ഉള്ള നടിയാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. പിന്നെ ഇവരൊക്കെ എല്ലാം പിന്നീട് കോംപ്ലിമെൻറ്റ്സ് ആക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ പ്രിയങ്ക വന്നിട്ട് പറഞ്ഞു പോയതിലും ഒരെണ്ണം ഒരു സെൽഫ് ഗോൾ കൂടിയായിരുന്നു. ആ സെൽഫ് ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയങ്ക പറയുന്നത് അങ്ങനെ അൻസിബ പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ അതായത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിരന്തരമായി നടക്കുന്നുണ്ടെന്നാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻസിബ പറയുന്നത് അൻസിബ ഒരു ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ 3 മണിക്കൂർ ഇരുത്തി. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? കാരണം അൻസിബ ഒരു ഇന്ന ആളുമായിട്ട് ഫോട്ടോ എടുത്തിരുന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് നേരെ ഭർത്താവ് കണ്ടു, അതുകൊണ്ട് വീട്ടിലാകെ കുടുംബ പ്രശ്നമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ തന്നെ, ആകെ 17 പേരേ ഉള്ളൂ, അതിലൊരു എക്സിക്യൂട്ടീവ് മെമ്പർ തന്നെ ഉണ്ട്, ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 3 മണിക്കൂർ ഇവരെ ചോദ്യം ചെയ്തു. പിന്നെ മാപ്പ് എഴുതി കൊടുത്തു. കാരണം 3 മണിക്കൂർ കൊണ്ടാകെ ടയേർഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഇൻറ്റൻഷനലി ചെയ്തതല്ല, പക്ഷേ ഞാൻ ചെയ്തതിൽ ചില ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുമൊക്കെ വലിയ ഹാരാസ്മെൻറ്റ് നടന്നു എന്നുള്ളതാണ് ഈ അൻസിബാസം പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞ് നമ്മളിത് ആരാണ് എന്ന് പറയാതെ പുറത്ത് പറയുന്നത് ശരിയല്ല. പക്ഷെ പുറത്തുള്ള ആൾ തന്നെ പുറത്തേക്ക് വന്നത് അത് ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മിപ്രിയയെ കുറിച്ച് അൻസിബ പറഞ്ഞേക്കുന്ന ഒരു കാര്യം അടുത്തത്, ഈ ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡ് തന്നെ ഇവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, അതിപ്പോഴും തങ്ങളുടെ ഫോണിൽ കിടക്കുന്നുണ്ടെന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. ആകെ 504 പേരുടെ ഒരു സംഘടനയുമുണ്ട്. ഇതൊരു സാമൂഹിക ശല്യമായി മാറിയിരിക്കുന്നു. മാധ്യമങ്ങളൊക്കെ ആണെങ്കിൽ ഇവർക്ക് വലിയ വെയിറ്റേജ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കാണാൻ കുറേ ആളുകളുണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവർ വ്യൂവർഷിപ്പ് നോക്കിയാൽ മതി, അവർ വലിയ വെയിറ്റേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പോട്ടെ, ഇതെല്ലാം ഇപ്പോൾ കൊച്ചു കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അവിഹിതം അല്ലെങ്കിൽ ഹിതം എന്നൊക്കെ പറയുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്, നമുക്ക് വിടാം. അതുപോലെ അവരുടെ കുടുംബ പ്രശ്നം. ഈ ലക്ഷ്മിപ്രിയ വന്നിട്ട് പറയുന്നൊരു കാര്യം എനിക്കറിയില്ല ശരിയാണോന്ന്. അൻസിബയെ വിളിച്ചിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് നീ ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് വരാത്തത് കൊണ്ടാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തതെന്നൊക്കെയാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വലിയൊരു കാര്യം കൂടെ ഉള്ളത്, ഈ അൻസിബ ഹസനെതിരെ ടിനി ടോം പലരിടത്തും പറഞ്ഞു എന്ന് പറയുന്നത് ടിനി ടോമിൻ്റെ ഡ്രൈവറെ മതം മാറ്റാൻ പരിശ്രമിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ കൂടാതെ അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ടെന്നാണ്. ഈ അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ച് വിടാമെന്ന് വിചാരിച്ചാണ്. ഞാൻ മറ്റൊരു ചാനലിൽ ഇൻ്റർവ്യൂ പോലെ കൊടുത്തപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴാണ് ഇന്ന് അടുത്തത് പറയുന്നത്, ഉഷ ഹസീനയും പറയുന്നത് എന്നെയും, ഉഷ എന്ന് പറയുന്ന നടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അവരെയും ഇതുപോലെ തന്നെ എന്ത് ചെയ്തു, ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ നീനാക്കുറുപ്പ് തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന്, അശ്ലീലം പറയാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഔദ്യോഗിക വ്യക്തമായിട്ട് ഒരാളുണ്ട്, അയാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ. അദ്ദേഹം ജോയ് മാത്യു ആണ്. പുള്ളി സാധാരണ വളരെ നഖശികാന്തം അന്യായങ്ങളെയൊക്കെ എതിർക്കുകയും വളരെ ധീരമായ നിലപാടുകൾ എടുക്കുന്നു എന്നൊക്കെ പുറത്ത് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ഇപ്പോൾ പറഞ്ഞേക്കണത് പരാതികളൊന്നും AMMയിൽ തീർക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ പരാതിയായിട്ട് കൊടുക്കണമെന്നാണ്. എനിക്ക് നീനാക്കുറുപ്പിനോട് പറയാനുള്ളത് പോലീസിൽ പരാതിയായിട്ട് കൊടുക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ പ്രിയങ്ക എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടിനി ടോമിനെ വിശ്വസിക്കലോ അല്ലെങ്കിൽ അൻസിബയെ അവിശ്വസിക്കലോ ഒന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഇത് 2 ഗ്രൂപ്പാണ്. ഒന്ന് കുക്കു പരമേശ്വരൻ്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി നേതൃത്വത്തിലുള്ള അൻസിബയെ കടക്കുന്ന ഒരു ഗ്രൂപ്പും, രണ്ടാമത്തത് ഇവിടെ നടക്കുന്ന ഒന്നും ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്ന ശ്വേതാ മേനോൻ്റെ ഒരു ഗ്രൂപ്പുമാണ്. ശ്വേതാ മേനോനും പറയുന്നത് ഒരു സ്ത്രീ പ്രസിഡൻ്റ് ആയതുകൊണ്ടുള്ള വലിയ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, വലിയ സാമ്പത്തികമുള്ളതുകൊണ്ടും മറ്റു പല കാര്യങ്ങൾക്കുള്ള സൗകര്യമുള്ളതുകൊണ്ടും ഇതുപോലെയുള്ള വൃത്തികേടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ സംഘടനകൾക്കകത്ത് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗവൺമെൻറ്റൊക്കെ അന്വേഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയിൽ, ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനയിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം പ്രൊഡ്യൂസറായിട്ടുള്ള ഡെയിലി കാണുന്ന സംസാരിക്കുന്ന സാന്ദ്ര വന്നിരുന്നപ്പോൾ സാന്ദ്രയുടെ നടുക്കത്തെ ഹുക്കാറ്റ മാറിക്കിടന്നുവെന്നും ഇങ്ങനെ ഇരുന്നാൽ വലിയ കോമഡി ആകുമെന്നും പറഞ്ഞ് ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അവിടെ വേറെ ഗൗരവമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കാതിരിക്കുകയും താൻ അവഹേളിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുള്ള പരാതികളൊക്കെ വന്നിട്ടുണ്ട്. കൂടാതെ അവിടെ തന്നെ പ്രായമുള്ളൊരു സ്ത്രീ, അവരൊരു പ്രൊഡ്യൂസറാണ്, അവരോട് വേറൊരു പ്രൊഡ്യൂസർ എന്നൊന്ന് വണ്ടി കയറ്റി അപ്പുറത്ത് ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു, പോണ വഴി കയറി പിടിച്ചു എന്നുള്ള പരാതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് കൂലിപ്പണിയും കഴിഞ്ഞ് വീട്ടിൽ പോയി കിടക്കുന്ന ആളുകൾ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ അവരെയൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊതുജനം ബഹുമാനിക്കേണ്ടത്, വളരെ മര്യാദക്കാരായിട്ടുള്ള ആളുകൾ. അല്ലാതെ സ്ക്രീനിൽ കാണുന്ന ഇവരുടെ ചപ്പടാച്ചി നാടകങ്ങൾ കണ്ടിട്ട് അതുപോലെയുള്ള സ്വഭാവമായിരിക്കുമെന്ന് നിങ്ങൾ ഇനി ഒരിക്കലും വിചാരിക്കരുത് എന്ന് മാത്രമാണ് എനിക്കെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. ടോപ്പിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പുതിയ ചാനൽ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് പറയാനാണ്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അത് പൊതുബോധങ്ങൾക്കും അപ്പുറം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന ചുരുക്കപ്പേരിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ കിട്ടുക. അതിൽ വളരെ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളും ഇൻ്റർവ്യൂകളും മാത്രമാണ് ഉണ്ടാവുക. പലപ്പോഴും നമ്മുടെ ഇവിടെ പരമ്പരാഗത മാധ്യമങ്ങളും പുതിയ സോഷ്യൽ മീഡിയ പെയ്ഡ് ക്യാമ്പയിനുകളൊക്കെ കൂടി വിൽക്കുന്ന ഒരു തന്ത്രമുണ്ട്. അത് നമ്മുടെ ഒരു പൊതുബോധം നിർമ്മിക്കലാണ്. ആ പൊതുബോധ നിർമ്മിതികൾക്കെതിരെയുള്ള ചെറിയൊരു ഫൈറ്റാണ് നമ്മൾ നടത്തുന്നത്. അത് വലിയ പണച്ചെലവുള്ള ഒരു കാര്യമാണ് ഓരോ തവണ ഷൂട്ട് ചെയ്യുമ്പോഴും. അതുകൊണ്ടൊരു മാസം 2-3 തവണയൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 1 മുതൽ ലെവൽ 2, ലെവൽ 3 മുതലുള്ള മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ലെവൽ 6 വരെ ഉണ്ട്. പല മെമ്പർഷിപ്പുകൾ എടുക്കാം. ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അതല്ല, നമ്മളെ അതിനേക്കാൾ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് 2021 വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഗവൺമെൻറ്റിനെതിരെ ഒരു പൊതുബോധത്തിൻ്റെ അപനിർമ്മിതികൾ നടത്താൻ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും കൂടി ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.